പലപ്പോഴും സ്ത്രീകൾ കംപ്ലൈൻറ്റ് പറഞ്ഞ് കാണാറുള്ള ഒന്നാണ് മുടിയുടെ അറ്റം പിളർന്നു പോകുന്നു, മുടിയുടെ അറ്റം പൊട്ടിപ്പോകുന്നു, മുടിക്ക് നീളമില്ല എന്നല്ല. മുടിക്ക് ലഭിക്കേണ്ടുന്ന പോഷണം ലഭിക്കാതെ വരുമ്പോഴുണ്ടാവുന്ന അവസ്ഥയാണ് ഈ മേൽപ്പറഞ്ഞതെല്ലാം തന്നെ. ഭക്ഷണ രീതികളിലുണ്ടായ വ്യത്യാസമോ ശരീരത്തിൽ നിന്ന് മുടിക്ക് വേണ്ടുന്നതായ വിറ്റാമിനും മറ്റാവശ്യ വസ്തുക്കളും ലഭിക്കാതെ വരുമ്പോഴാണ് മുടിയുടെ കുഴപ്പങ്ങളെല്ലാം തന്നെ തുടങ്ങുന്നത്. ഇതിന് നമുക്ക് മുടിക്ക് ഒരു വിറ്റാമിൻ ടോണിക് എന്ന രീതിയിൽ കൊടുക്കാൻ കഴിയുന്നത് അതിനായിട്ടൊരു പഴുത്ത പഴം നന്നായി ഉടച്ചത് മിക്സിയിൽ വേണമെങ്കിൽ ഉടയ്ക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നന്നായി ഞരടാം. മിക്സിയിൽ ഉടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പേസ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം നാടൻ കോഴി മുട്ട ഒന്ന്, സാധാ മുട്ടയായാലും മതി, നാടൻ കോഴി മുട്ടയാവുമ്പോൾ കുറച്ചുകൂടെ നല്ലത് എന്നാണ് ഉദ്ദേശിച്ചത്. നാടൻ പശുവിൻ്റെ പാല് 3 ടേബിൾ സ്പൂൺ, സാധാ പാലാണെങ്കിലും കുഴപ്പമില്ല, പറഞ്ഞത് നല്ലത് എന്നത് ഉത്തമം എന്ന രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. 3 ടേബിൾ സ്പൂൺ തേന്, ചെറുതേൻ വാങ്ങാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്, സാധാ തേനാണെങ്കിലും കുഴപ്പമില്ല. 3 ടേബിൾ സ്പൂൺ തേന്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം തലയോട്ടിയിലും തലമുടിയിലുമായി തേച്ച് പിടിപ്പിക്കുക. 30 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. കഴുകിക്കളഞ്ഞതിന് ശേഷം മുടി ഉണങ്ങാനായിട്ട് ഒരിക്കലും ഹെയർ ഡ്രയർ ഉപയോഗിക്കരുത്. പിന്നെ ചീർപ്പ് ഉപയോഗിച്ച് അറ്റം മുറിക്കുന്ന രീതിയിൽ ചീകരുത്. കൈകൊണ്ട് തന്നെ മുടിയിലുള്ള ഉടക്കുകൾ പൂർണ്ണമായി നീക്കുന്ന രീതിയിൽ സാവധാനം കെട്ടുപിണഞ്ഞ് കിടക്കുന്ന മുടികളെല്ലാം നിവർത്തിയെടുക്കുക. മുടി ചീകി വൃത്തിയാക്കുന്നതിനെടുക്കാം, അതല്ലാതെ കെട്ടുകൾ നീക്കം ചെയ്യുന്നതിന് ഒരിക്കലും ചീർപ്പ് ഉപയോഗിക്കരുത്. അറ്റം വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒന്നാണ് ചീർപ്പ് വെച്ച് വളരെ പെട്ടെന്ന് വെട്ടിമാറ്റുന്നത്. അത് ചെയ്യരുത്. പിന്നെ ഇപ്രകാരം ചെയ്യേണ്ടതായിട്ട് വരിക ആഴ്ചയിൽ 1-2 തവണ. നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യപ്രദമായ ഒരു ദിവസം എന്ന് തിരഞ്ഞെടുക്കുക, അതിനനുസരിച്ച് കണ്ടിന്യൂ ചെയ്യാം. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുടിയുടെ വ്യത്യാസം അനുഭവിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും. Thank you for watching this video.